ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല നാടൻ മീൻകറിയുടെ രുചിയിലൊരു മാങ്ങാക്കറി ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മാങ്ങാക്കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലൊരു മൺചട്ടിയിലാണ് കേട്ടോ ഞാനിന്ന് മാങ്ങാക്കറി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചട്ടിയിലേക്ക് ഒരു സവോള അരിഞ്ഞതും 3 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി അരിഞ്ഞ് ചേർത്തതിന് പകരം ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരടി തിരുമ്മിയെടുക്കണം. നല്ലപോലെ തിരുമ്മിയെടുത്ത് കഴിഞ്ഞാൽ അധികം പുളിയില്ലാത്ത ഒരു മാങ്ങ ഇതുപോലെ കുറച്ച് വലുതാക്കി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ മാങ്ങ ചേർത്ത് കൊടുക്കാറില്ലേ, ആ ഒരു വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4 കോവയ്ക്ക ഇതുപോലെ 4 കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലയില്ലേ, അത് മാങ്ങയിലേക്ക് നല്ലപോലെ പിടിക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ സെക്കൻഡ് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഇനി ഒരു കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ മാങ്ങാക്കറിക്ക് ഒരു മീൻകറിയുടെ ടേസ്റ്റ് കിട്ടുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുന്നതോടുകൂടി ചാറൊക്കെ കുറുകി മാങ്ങയും കോവയ്ക്കൊക്കെ വേവായിട്ട് വരും. ഈ സമയത്ത് ഇതിലേക്ക് ഇനി 1 കപ്പ് നല്ല കട്ടി ഫസ്റ്റ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് തിളപ്പിക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഉള്ളി തളിച്ച് ചേർക്കണം. അതിനായി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി 2 വറ്റൽമുളക് 2ആയിട്ട് കീറിയതും വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 ചെറുള്ളി ഇതുപോലെ അരിഞ്ഞത് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നല്ല സ്മെല്ലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ച് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. കുടംപുളി ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് മീൻകറിയുടെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെ മാങ്ങാക്കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി എന്നെ അറിയിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.